തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 17 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് വിഴിഞ്ഞം. കാലങ്ങളായി സമുദ്രവ്യാപാരം കൊണ്ടും മത്സ്യബന്ധനം കൊണ്ടും ശ്രേഷ്ഠമായ ഒരു പ്രശസ്തി ആർജിക്കാൻ ഇക്കാലമത്രയും വിഴിഞ്ഞത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രശസ്തിയുടെ മാറ്റുകൂട്ടുവാനും അവസരങ്ങളുടെയും സാധ്യതകളുടെയും ഒരു പുതിയ വാതിൽ തുറക്കുവാനും പിറന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി. എന്നാൽ അവസരങ്ങളും സാധ്യതകളും നിറഞ്ഞ ഈ പദ്ധതിക്ക് പിന്നിൽ ഇരുൾ നിറഞ്ഞ അനവധി ജീവിതങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കാലമായി മലയാളികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർ കേൾക്കുന്ന ഒരു ബസ് വേർഡാണ് ഈ വിഴിഞ്ഞം പ്രൊജക്ട്. തിരുവനന്തപുരം നഗരത്തെ ആകപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്ന, ഒരുപക്ഷെ സിംഗപ്പൂർ പോലുള്ള വലിയൊരു തുറമുഖ നഗരമാക്കാൻ തന്നെ കേൾപ്പുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുസമൂഹവും നമ്മുടെ ബുദ്ധിജീവികളും ഒക്കെ ഇതിനെ ഇമാജിൻ ചെയ്യുന്നത്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മന്ത്രിസഭാ കാലത്താണ് അദാനി ഗ്രൂപ്പും കേരള സർക്കാരും തമ്മിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായുള്ള കരാർ ഒപ്പിട്ടത്. 7525 കോടിയാണ് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലവാകുമെന്ന് കണക്കാക്കിയത്. വിഴിഞ്ഞത്തെ ഒരു വാണിജ്യ തുറമുഖം പാരിസ്ഥിതികമായും സാമൂഹികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ആദ്യം മുതൽ വിശ്വസിക്കുന്നത്. അതിനെനിക്ക് അതിൻ്റേതായ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ഒന്ന്, പാരിസ്ഥിതികമായി ചിന്തിക്കുമ്പോൾ വിഴിഞ്ഞത്തെ നിർദ്ദിഷ്ട തുറമുഖം ഒരു കൃത്രിമ തുറമുഖമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പോർട്ടല്ല. ഇപ്പോൾ നമുക്ക് കൊച്ചിയിലുള്ളത് ഒരു നാച്ചുറൽ പോർട്ടാണ്. അപ്പോൾ അവിടെ കാരണം പ്രകൃതി തന്നെ കപ്പലുകൾക്ക് സുരക്ഷിതമായി വന്നു പോകുന്നതിനുള്ള സൗകര്യം പ്രകൃതിദത്തമായി തന്നെ ഉണ്ട്. അങ്ങനെയുള്ള പോർട്ടുകളെയാണ് നാച്ചുറൽ പോർട്ട്സ് എന്ന് പറയുന്നത്. കടലൊക്കെ ഭയങ്കര കോപം വന്ന് ജനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ. മത്സ്യത്തിനാണെങ്കിലൊക്കെ വിലകളില്ല, എന്ന് വെച്ചാൽ മത്സ്യങ്ങളില്ല മോനെ. വോട്ട് വന്നാലും നമുക്ക് ഇവിടെ അസ്വസ്ഥതകളുണ്ട്. നമുക്കൊന്നും നമ്മുടെ മക്കളും കുട്ടിക്കും കടലിലൊന്നും പോകാൻ പറ്റൂല. നമുക്ക് അതിനുള്ള മീനുകളൊന്നും കിട്ടൂല, കര വരൂല. ഈ പോട്ടിൻ്റെ സൗണ്ടും ഈ കല്ലിൻ്റെ സൗണ്ടും കേട്ട് മീനെല്ലാം ഉൾക്കടലിലാണ് കയറും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മീൻ ചീത്ത മീനാണെങ്കിൽ നമ്മളെ മൊണ്ണയ്ക്ക് ചീത്ത വിളിക്കും. അല്ലെങ്കിൽ അയ്യമാത്ത മീൻ അങ്ങ് ഇട്ടിട്ട് പോടി, നിന്നെയും എല്ലാവരും വിളിച്ചോടി, ഇങ്ങനെ തന്നെ പറയും. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ഇതുപോലെ മണലിലാണ് കിടന്നുറങ്ങുന്നത് തന്നെയും വളർന്ന് ജനിച്ചതുമല്ല ഈ കടപ്പുറത്ത് തന്നെയാണ്. എൻ്റെ വീട് കടലിൻ്റെ അരികമായിരുന്നു. ഇപ്പോഴും എൻ്റെ വീട് പോയത് 4ാം ലൈനിൽ നിന്നിട്ടാണ് വീട് പോയിട്ടുള്ളത്. ഈ എല്ലാം സാധാരണ നമുക്ക് മൺസൂൺ കാലത്തൊക്കെ ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തന്നെയും നമ്മൾ ഈ നോക്കി നിൽക്കുന്നതല്ലാതെ നമ്മുടെ വീടിന് ഇന്ന് വരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കാനും 5 വരി വീടുകൾ പോകാനും ഇതായത്. 2018 സ്റ്റാർട്ടിങ്. 18 തൊട്ട് ഇപ്പോൾ 21 വരെയും ഈ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് തുടങ്ങിയതിൻ്റെ അടുത്ത വർഷങ്ങളിൽ തന്നെ 2017, 18, 21 വരെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഈ കൊച്ചുതോപ്പിലൊക്കെ ഈ ഉണ്ടായതിനൊരു പ്രധാന കാരണം ഈ കൊച്ചുതോപ്പിന് തെക്ക് വശത്തുള്ളിടത്തെല്ലാം ഈ കടൽഭിത്തി നിർമ്മിച്ചത്. അപ്പോൾ ഈ കടൽഭിത്തി നിർമ്മിക്കുമ്പോൾ ഈ കടൽഭിത്തി ഇല്ലാത്ത സ്ഥലത്ത് കടലേറ്റത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. ഇപ്പോൾ വലിയതുറ വരെ കടൽഭിത്തി നിർമ്മിച്ചു. അവിടെയും പ്രശ്നങ്ങളുണ്ടായി, അകത്തേക്ക് കയറി. പക്ഷേ രൂക്ഷത കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് വടക്കുള്ള കടൽഭിത്തി ഇല്ലാത്ത സ്ഥലത്ത് ആണ് ഈ കൊച്ചുതോപ്പെന്ന് പറയുന്ന സ്ഥലത്ത് നൂറുകണക്കിന് വീടുകൾ പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. 360 ഏക്കറോളം ഭൂമിയാണ് പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തത്. ഇതിൽ 30% ഭൂമി കടലിലേക്ക് വ്യാപിപ്പിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അനന്തരഫലമായി മത്സ്യത്തൊഴിലാളികൾക്ക് വീടും തൊഴിലും നഷ്ടമായി.
ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച സർക്കാരിൻ്റെ കമ്പനി ആദ്യം മുതൽ പറയും അതൊന്നും ഉണ്ടാവില്ല, ഇത് പ്രത്യാഘാതം ഉണ്ടാവില്ല. അവർ അങ്ങനെ മനഃപൂർവ്വം, അപ്പോൾ പരിസ്ഥിതിയാഘാത പഠനത്തിലൊക്കെ ഇതൊക്കെ മറച്ചു വെച്ചു. ഇങ്ങനെയുള്ള ആഘാതങ്ങൾ ഉണ്ടാവില്ല, കാരണം എങ്ങനെയെങ്കിലും അവർക്ക് തുറമുഖം നിർമ്മിക്കണം. ഈ പുനർഗേഹം പദ്ധതിയിലൂടെ വലിയ ഫ്ലാറ്റ് കെട്ടിടം അപ്പാർട്ട്മെന്റുകളിലോട്ടാണ് മത്സ്യത്തൊഴിലാളികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് മുട്ടത്തറ ഭാഗത്ത് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഭവനം നഷ്ടമായ 192 പേർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ പ്രതീക്ഷ എന്ന പേരിൽ ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകി. എന്നാൽ കടലിൻ്റെ മക്കൾക്ക് ആ പറിച്ചു നടൽ സ്വാഭാവിക ജീവിതശൈലിയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അസുഖകരവുമായിരുന്നു. നമുക്ക് മക്കളെ കടപ്പുറത്തിൻ്റെ സൈഡ് വീടിരുന്നാൽ നമുക്കൊരു ഇത്തിരി പോലെ കാറ്റും പിന്നെ എല്ലാം നല്ല ഇതായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ നമുക്ക് അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് അവിടെ ഇത് മാറും. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് മാറുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് പിടിക്കുന്നില്ല. നമ്മൾ കറണ്ട് ബില്ല് മാത്രം നമ്മൾ അടയ്ക്കും. ബാത്റൂം നമ്മൾ വർഷം 2-3 വർഷമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ബാത്റൂം നമുക്ക് ഉണ്ടായത്. അപ്പോഴും നമ്മൾ ചെയ്യും. ഇവിടെ മാസം തോറും 2 മാസം മുമ്പ് അതുപോലെ പൈസ കൊടുക്കാം. ഭയങ്കര ബുദ്ധിമുട്ട്. കറണ്ട് ബില്ല് കൂടുതലും ഇവിടെയും കറണ്ട് ബില്ല് തന്നെ വെള്ളത്തിന് 4000-3000 ഒക്കെ വരും. കുടിവെള്ളം തന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ അവർ അടയ്ക്കാൻ താമസിച്ചാൽ അത് ഊരിയെടുത്തോണ്ട് പോകുമെന്ന് പറയും. അപ്പം പിന്നെ വെള്ളം ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മോട്ടറൊക്കെ വെച്ചാൽ ഊറ്റുവെള്ളമാണ് വരുന്നത്. 24 മണിക്കൂറും കപ്പൽ വരും. നമ്മൾ വലകൾ വിട്ട് കിടക്കും. ആ വലകളെല്ലാം ഇവരില്ലാതാക്കും. അതുകൊണ്ട് വലപ്പണിയും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ പണിയില്ല, മത്സ്യത്തിൻ്റെ ഇവിടെ പണി നടക്കില്ല. ഇനി ഇവിടെ പോർട്ടിൽ വല്ല പണികളും കിട്ടിയാൽ വിഴിഞ്ഞത്തേര് ഇങ്ങനെ ജീവിച്ച് പോകും. അല്ലെങ്കിൽ മൊത്തത്തിൽ നഷ്ടപ്പെട്ട് തന്നെ കിടക്കും. 2022 ഓഗസ്റ്റ് 16 മുതൽ പോർട്ട് നിർമ്മാണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങി. ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ പാതി പാലിക്കുകയും മറ്റുള്ളത് നിരസിക്കുകയും ചെയ്തതിന് പിന്നാലെ സമരത്തിൻ്റെ 140-ാം ദിവസം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ തുറമുഖ വിരുദ്ധ സമരം അവസാനിപ്പിച്ചു. എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും പോയി, 3 പേരല്ല, മക്കളും കുട്ടിയും എല്ലാവരും കൂടെ പോയി. നമ്മുടെ നാട് നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി അവരുടെ കൂടെ നിന്ന് മെല്ല് കെട്ടി ഞങ്ങളുടെ ആൾക്കാർ അടിയും കൊണ്ടു. അപ്പം നമ്മൾ ഗവൺമെൻറ്റിനോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് ഞങ്ങളുടെ ഭവനങ്ങൾ തിരിച്ചു തരും. നമുക്കല്ലാതെ വേറെ സമ്പാദ്യമൊന്നും തരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനമില്ല. ഞങ്ങൾ ഇന്ന് ഇതിപ്പം 2019 4 വർഷത്തെ റെന്റിനാണ് താമസിക്കുന്നത്. ഗവൺമെൻറ്റായിട്ട് എന്തെങ്കിലും തന്നുണ്ട്. ഇവിടെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ശരിക്കും നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. ആർക്കും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. മീൻ വാങ്ങിച്ചിട്ട് കടയിൽ പോയി വിത്ത് നട്ടമുലാകുമ്പോ നമുക്കുള്ളത് തന്നെ നമ്മൾ കൊണ്ടുവരും. ഇപ്പം നഷ്ടമൊന്നും പറഞ്ഞിട്ട് നമുക്ക് ആരും തരുവില്ല, നമുക്കൊന്നും തരുവില്ല. നഷ്ടം വന്നാൽ നമുക്ക് ഇവിടെ നിന്നൊന്നും തരുവില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി ഒരു സുപ്രധാന മാറ്റം കൊണ്ടുവന്നേക്കാം. എന്നാൽ ആ മാറ്റത്തിനായി ഒരു സമൂഹത്തെയും അവരുടെ ജീവിതത്തെയും ബലികഴിപ്പിക്കേണ്ടതുണ്ടോ?